ഒറ്റപ്പാലം എത്തിയോ? എത്തിയൊന്നു. ഒറ്റപ്പാലം കഴിഞ്ഞിട്ട് 2 സ്റ്റോപ്പായി. ഞാനിവിടെ ഇറങ്ങിക്കോളാം. ചേട്ടാ ഒരു ചായ. ലൈറ്റോ മീഡിയോ സ്ട്രോങ്ങോ? ഡബിൾ സ്ട്രോങ്. ആ ചായ എന്ന് പറഞ്ഞാൽ അത് കടുപ്പത്തിൽ തന്നെ ആവണം, അല്ലെങ്കിൽ ഒരു ഉഷാറാവില്ല അല്ലേ? ഇതിന് മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഇവിടെ ഈ സിനിമയൊക്കെ സംവിധാനം ചെയ്യുന്ന ലാൽ ജോസ് സാറിന്റെ ഇവിടെ. അയ്യോ, ലാൽ ജോസിനെ അന്വേഷിച്ച് വന്നാണോ? നേരത്തെ പറയണ്ടേ. 2 കഷ്ണം പുട്ടും കടലക്കറി എടുക്കാം. വേണ്ട ചേട്ടാ. എന്നാ 4 ചൂടുള്ള ദോശ എടുത്താലോ? വേണ്ടാഞ്ഞിട്ട് ചേട്ടാ. ഇവിടെ നിന്ന് അധികം ദൂരം ഉണ്ടോ? ദൂരം ഉണ്ടോന്ന് ചോദിച്ചാ നിങ്ങൾ അപ്പുറത്തെ ബസ് സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടിയിരുന്നത്. അയ്യോ, ഇന്നിപ്പോ വിഷു ആയത് കാരണം ഓട്ടോക്കാരൊക്കെ ഒരു വഴിയായിരിക്കും. നേരെ വെച്ച് പിടിച്ച കാഴ്ചയൊക്കെ നടക്കാനുള്ള ദൂരമല്ലോ. ഇങ്ങനെ നമ്മുടെ ലാലുവിനെ കാണാൻ വന്നതാ. നീ ആ വഴിക്കല്ലേ, ഒന്നാക്കി കൊടുക്കടോ. പ്ലീസ് ഗെറ്റ് ഇൻ. കയറിക്കോളൂ, അവനാക്കി തരും. വലിയ ഉപകാരം. എന്നാ പോവാം. ഓയ് ഈ സിനിമയിലെ കാണുന്ന വരിക്കാശ്ശേരിമൻ ഇവിടെ അടുത്താണോ? വലിയ ദൂരമില്ല. പിന്നെ ഈ സവർണ ഫാസിസ്റ്റ് പടങ്ങളാണല്ലോ അവിടെ ഷൂട്ട് ചെയ്യാറുള്ളത്. ഞങ്ങള് ശ്രദ്ധിക്കാറില്ല. നിങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യം. എന്തോ മിക്കവാറും എല്ലാ ദിവസവും അവിടെ ഷൂട്ടിംഗ് കാണുമല്ലോ. സിനിമാ നടന്മാരെ നടിമാരെയൊക്കെ അടുത്ത് കാണാമല്ലോ. നടന്മാര് അല്ല, ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. ഈ ലാൽ ജോസിനെ കണ്ടിട്ട് ഇപ്പൊ എന്താ കാര്യം? ഒരു ചാൻസ് കിട്ടുമെന്ന് അറിയാനാ. ഇറങ്ങ. എന്തൊരു ചേട്ടാ? അതാ വീട് കേറി ചെല്ല്. കൊള്ളാം കൊള്ളാം. ആരാ? എന്തു വേണം? ഞാൻ മോഹൻ ലാൽ ഒന്ന് കാണാൻ വന്നതാ. സാറേ, സാറിനെ കാണാൻ ഒരു മോഹൻലാൽ വന്നിരിക്കുന്നു. മോഹൻലാലോ? ആരാ? സാർ, ഞാൻ മോഹൻ. ഞാൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. കേറിയിരിക്കൂ. വേണ്ട സാർ, ഞാൻ ഇവിടെ നിന്നോളാം. ഇരുന്ന് സംസാരിക്കൂ. എന്താ കാര്യം? അത് ഞാൻ സാറിന്റെ അടുത്ത പടത്തിലൊരു വേഷം. ഞാൻ ഇനി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ക്യാമ്പസ് സിനിമയാണ്. അതിലെന്തെങ്കിലും ഒരു വേഷം? അതിലിപ്പോ നിങ്ങൾക്ക് പറ്റിയ വേഷം അത് ഈ പ്രായത്തില്? പ്രായം ഒരു പ്രശ്നമാണ് സാർ. പ്രശ്നമല്ലേ? 40ാമത്തെ വയസ്സല്ലേ സാർ സത്യൻ മാസ്റ്റർ ആത്മസഖിയിൽ അഭിനയിക്കാൻ വരുന്നത്. പിന്നെ ജയൻ. പ്രായത്തിന് പറ്റിയ വേഷം കൂടി വേണ്ടേ? ഏതായാലും കോളേജ് കുമാരനായിട്ട് പറ്റില്ലല്ലോ. ഈ ക്യാമ്പസ് സിനിമയാകുമ്പം മാഷന്മാരുടെ റോളായാലും മതി. ഞാൻ സ്കൂൾ മാഷാണ് സാർ. സ്കൂൾ മാഷാണോ? നിങ്ങൾ എന്തിനാണ് മാഷെ വെറുതെ ഈ സിനിമയുടെ പുറകെ നടക്കുന്നത്? ഒരു ഡിവൈൻ പ്രൊഫഷനല്ലേ കയ്യിലുള്ളത്? ഇഷ്ടമുണ്ടായിട്ട് ചേർന്ന ജോലിയില്ല സാർ. അച്ഛൻ മരിച്ച വേക്കൻസി കിട്ടിയതാ. എന്തിനാ മാഷെ നല്ല മനസ്സമാധാനമുള്ള പണി കളഞ്ഞിട്ട് സിനിമയിൽ കയറുന്നത്? ഇവിടെ സൂപ്പർ സ്റ്റാറുകൾക്ക് വരെ ടെൻഷനാ. ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുമ്പോഴാണ് സാർ എനിക്ക് ടെൻഷൻ. മാഷ് നേരത്തെ എവിടെയെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ? ചില നാടകങ്ങളിലൊക്കെ. പിന്നെ ഞാനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സാർ. ഏത് സിനിമയില്? അത് പൂർത്തിയായില്ല സാർ. സംവിധായകരും മറ്റുള്ള ആളുകളൊക്കെ പുതുമുഖങ്ങളായിരുന്നു. ചില പ്രശ്നങ്ങളുണ്ടായി നിർമ്മാതാവ് മാറി. പിന്നെ അതങ്ങ് മുടങ്ങിപ്പോയി. എന്റെ സിനിമയുടെ സ്ക്രിപ്റ്റിംഗ് നടക്കുന്നേ ഉള്ളൂ. കാസ്റ്റിംഗ് ഒക്കെ അതിന് ശേഷമേ തീരുമാനിക്കും. അത് മതി സാർ. എന്റെ കാര്യം ഒന്ന് മറക്കാതിരുന്നാ മതി. എന്താ? ഒരു ഫോട്ടോയാണ് സാർ. എന്നെ ഒന്ന് ഓർക്കാൻ വേണ്ടിയാണ് സാർ. പുറകിൽ ഫോൺ നമ്പർ എഴുതിയിട്ടുണ്ട്. റോളിന്റെ കാര്യത്തിൽ ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല. അത് മതി സാർ. സാറിനെ പോലുള്ളവരുടെ ഒരു വാക്കെന്ന് പറയുന്നത് എനിക്കൊക്കെ തരുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് സാർ. ഞാൻ ഇടയ്ക്ക് ബന്ധപ്പെട്ടോളാം. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ബന്ധപ്പെട്ടോളാം. ആ, മനസ്സിലായി. സാറേ, ആ ഫോട്ടോ ഒരു പനി പിടിച്ച സമയത്ത് എടുത്തതാ. വേറൊരു ഫോട്ടോ ഇത് മതിയോ? ഹലോ? ഇല്ല, ഏതായാലും ഈ സിനിമയിൽ സാധ്യതയില്ല. അതെ,
സത്യന്തിക്കാട് സാറിനെ കാണാൻ പോയിട്ട് എന്തായി? എന്തെങ്കിലും സാൽബുട്ടേഷൻ ആവോ? എന്നെ ബോധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നടക്കും, എനിക്ക് ഉറപ്പാ. മാഷൊരു സിനിമാ നടനായിട്ട് വേണം എനിക്കൊരു ബെൻസ് കാറിൽ കയറാൻ. ഈ സ്കൂട്ടർ ഒന്ന് മാറാൻ പറഞ്ഞിട്ട് എന്നെ കുറച്ചു നാളായി. അതൊക്കെ മാറാനേ. കാറിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. നീ ആ ഗേറ്റിൽ കെട്ടാനുള്ള ബാനർ വാങ്ങിയോ? ഞാനിത് എപ്പോഴേ മറന്നുപോയി. ഞാൻ വരുമ്പോഴേക്കും ബാനർ കണ്ടില്ലെങ്കിലാ. ഏറ്റവും എപ്പ കെട്ടിന്ന് വെച്ചേ. ഇപ്പൊ സാൽബുട്ടേഷൻ ആയി തരാം. സിസ്റ്റർ സിസ്റ്റർ എന്താ ഇവിടെ? പെട്ടെന്നെങ്ങാനും കർത്താവിന്റെ വിളി വന്നാ മരിപ്പിന്റെ കാർഡടിക്കാനും കോൺവെന്റിൽ ചില്ലിട്ട് വെക്കാനും ഒരു ഫോട്ടോ വേണ്ടേ? അതൊന്നും പേടിക്കണ്ട. ഇപ്പോഴെങ്ങും തമ്പുരാൻ സിസ്റ്ററുടെ രജിസ്റ്റർ എടുക്കത്തില്ല. അതൊക്കെ ദൈവത്തിന്റെ കയ്യിലല്ലേ മോഹന. നിന്റെ അച്ഛന്റെ കാര്യം മതിയല്ലോ. മരിക്കുമ്പം എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ രാഘവമാസ്റ്ററിന്? ഉണ്ണിക്കുട്ടോ, നീ അച്ഛനോട് സ്കൂളിൽ പോകണോ? ഇന്ന് എന്താ സ്കൂളിൽ പരിപാടി? കുട്ടികളുടെ ഒരു നാടകക്കളരി. അതിന്റെ ഫോട്ടോ എടുക്കുന്ന കാര്യം ഇവനൊന്ന് ഓർപ്പിക്കാൻ വന്നതാ. ഓ, എനിക്കാണെങ്കിൽ ഒരു 100 കൂട്ടം പണി വീട്ടിലുള്ളതാ. ആഹാ, അച്ഛന്റെ പരിപാടി ചെറുപ്പത്തിലെ മോനും തുടങ്ങുകയാണോ? മോളെ, ഇയാൾ ഇങ്ങനെ നാടകമൊന്നും സിനിമയൊന്നും പറഞ്ഞ് നടക്കുന്നുണ്ട്. അവരുടെ സ്കൂളിൽ ചിലർക്ക് ചില പരാതിയുണ്ട് കേട്ടോ. ഞങ്ങളുടെ സ്കൂളിലാണെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. എനിക്കറിയാം, ഇതാ കമ്പ്യൂട്ടർ ചാക്കോ പറഞ്ഞതല്ലേ. അത് അസൂയുണ്ട് സിസ്റ്ററെ. ഓ, അസൂയപ്പെടാൻ ആര്? അമിതാഭ് ബച്ചനാ? ഈ നാടാണ് ഈ ഊപ്പ ഫോട്ടോഗ്രാഫറായിട്ട് ഈ ഓണം കേറാൻ പോലെ വന്നിരിക്കുന്നത്. ഒരു സ്റ്റാർ സ്റ്റുഡിയോ. ആള് കണ്ടാത്തൊന്നും ഇതായത് AVM സ്റ്റുഡിയോയോ മറ്റേ പുതിയ സ്റ്റുഡിയോ മറ്റോ ഒക്കെ. എന്റെ സ്റ്റുഡിയോയുടെ പേരിലെങ്കിലും ഒരു സ്റ്റാർ ഉണ്ടല്ലോ, കണ്ടാ? എന്റെ പൊന്ന് സിസ്റ്ററെ, ഇവനെ പോലൊരു പിന്തിരിപ്പൻ ഈ പഞ്ചായത്തിലില്ല. എന്നാലൊരു പരിചയക്കാരനാ, ഛേദമില്ലാത്ത ഒരു ഉപകാരമാ, ഒന്ന് പ്രോത്സാഹിപ്പിക്കാമെന്ന് വിചാരിക്കുക. അതില്ല. നമ്മൾ പരിശ്രമിക്കാനുള്ള നമ്മൾ തന്നെ പരിശ്രമിക്കണ്ടേ സിസ്റ്ററെ? ജോലി കളയരുതെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. കളഞ്ഞുപോയി കഴിയുമ്പോഴേ കയ്യിലുണ്ടായതിന്റെ വില അറിയും. ഇത് കേട്ടാത്തൊന്നുമില്ല ഞാൻ നാളെ തന്നെ ജോലിയും രാജിവെച്ച് സിനിമാ ഫീൽഡിലേക്ക് ഇറങ്ങണമെന്ന്. അങ്ങനെയാന്ന് എനിക്ക് എത്ര നേരത്തെ ഇറങ്ങാമായിരുന്നു. പോട്ടെ സിസ്റ്റർ. ശരി. ആ, ടൂറിന്റെ കാര്യം മറക്കരുത്. നീ മഠത്തിലേക്ക് ഇറങ്ങുമല്ലോ. വരാം. ഞാനും വരും ടൂറിന്. നീ ഇല്ലാതെ ഞങ്ങള് ടൂറിന് പോവൂടാ. ഇതവിടെ എങ്ങോട്ടാ? ആ, ആലോചിക്കണം. സന്തോഷമോ, നേരത്തെ എത്തിയേക്കണേ. എത്തിയില്ലെങ്കിലോ? ഒരു അലവലാതി സ്റ്റുഡിയോ അടിച്ചു തീർത്ത് തീടാൻ ഒരു UP സ്കൂൾ അധ്യാപകൻ വിചാരിച്ചാലും പറ്റും. എന്നെ കണ്ടാലേ സിസ്റ്റർ എന്തെങ്കിലും കുറ്റം പറയാം. പറഞ്ഞത് പിന്നെ കാര്യമില്ലേ? നിനക്കല്ലേലും അങ്ങോട്ടാണല്ലോ സൈഡ് വരും. പിന്നെ വളർത്തി വലുതാക്കിയ ആൾക്കാരോട് ഒരു ഇത്തിരി കടപ്പാടൊക്കെ വേണ്ടേ? വളർത്തി വലുതാക്കിയ വേറെ ഒരുപാട് സിസ്റ്റർമാരുണ്ടല്ലോ അവിടെ. അവർക്കാർക്കും ഇല്ലല്ലോ എന്നോട് ക്രിമേടി. അത് സിസ്റ്റർക്ക് എന്നോട് കുറച്ച് കൂടുതൽ സ്നേഹം ഉള്ളതുകൊണ്ടാ. ഞാൻ പ്രേമിച്ച് നടന്ന കാലം മുതൽ ആ സിസ്റ്റർ ആയിരുന്നു എനിക്ക് ഏറ്റവും വലിയ ഭാരം. ഞാനില്ലായിരുന്നെങ്കിൽ അവർ നിന്നെയും കൂടെ ഒരു സിസ്റ്റർ ആക്കിയല്ലേ. അതാണ് സുരു. അമലിന്റെ അച്ഛനാണല്ലേ? അതെ മാഷെ. മാഷിനെ പോലെ ഒരു വലിയ നടനാകണമെന്നൊക്കെ പറയുന്നത്. ഒരു സിനിമ നടനാവുക എന്നൊക്കെ പറഞ്ഞ നമ്മൾ കൂട്ടി കൂടുവോ മാഷെ? ഒരാൾ നടനാകണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അതായിരിക്കും. നടന്മാര് 2 കമ്പ്യൂട്ടർ കൂടി വാങ്ങാൻ പറയാൻ തുടങ്ങിയിട്ട് നാള് കുറയായി. അഭിനയക്കളരി, തേങ്ങാക്കൊല. എന്താ മാഷെ രാവിലെ തന്നെ തേങ്ങാടൻ കൊലയുടെ കാര്യം പറഞ്ഞേ? അല്ല, കല പുഴുങ്ങിത്തുന്ന വയറ് നിറയില്ല എന്ന് പറയായിരുന്നു. എന്താ മാഷ 3-4 കമ്പ്യൂട്ടർ പുഴുങ്ങി തന്നെ വയറ് നിറയട്ടെ? മാഷേ, ഈ അവധിക്ക് പോലും ഞങ്ങള് വീട്ടിലിരുത്താത്തത് കഷ്ടമാണ് കേട്ടോ. വിഷുവിന് പോലും വീട്ടിലിരിക്കാത്ത ആളോട് തന്നെ വേണം ടീച്ചർ ഇത് പറയാൻ. അത് പിന്നെ ഈ ഓണത്തിനും വിഷുവിനും ഒക്കെ അല്ലേ സംവിധായകർ വീട്ടിൽ കാണത്തുള്ളൂ. അപ്പൊ ചെന്നാലല്ലേ അവരെ കാണാൻ പറ്റൂ. എന്നാലും പിള്ളേർ കൂടി ഈ അഭിനയഭ്രാന്ത് പിടിപ്പിക്കണം മാഷേ. ചേട്ടാ, പഠിക്കാൻ മോശമായ ഒരുത്തിന് IAS കാരനാണോന്ന് പറഞ്ഞാൽ അവനെ എല്ലാരും സപ്പോർട്ട് ചെയ്യും. അഭിനയിക്കാൻ അറിയാവുന്ന ഒരുത്തൻ സിനിമാ നടനാണോന്ന് പറഞ്ഞാൽ മാത്രം എന്താ ഇത്ര വലിയ പ്രശ്നം? എനിക്ക് ട്രഷറി വരെ ഒന്ന് പോകണം. ഓട്ടെ, ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ കമ്പ്യൂട്ടറാണോ വലുത് കലയാണോ വലുതെന്നുള്ളതാണ് പ്രശ്നം. നമുക്ക് കലയും വേണം, കമ്പ്യൂട്ടറും വേണം. നാം പുതയുന്ന താഴ്വാരങ്ങളിൽ നിന്നും കുന്നിൻ മുകളിലേക്ക് നടന്നവനാണ്. മലയിടിച്ചും പാറ പൊട്ടിച്ചും വഴിയുണ്ടാക്കി കയറുകയായിരുന്നു. ഓരോ നേട്ടത്തിലും ചവിട്ടിക്കയറി മുകളിലെത്തിയപ്പോൾ കയറാൻ ദൂരം പിന്നെയും കണ്ടു. അടിപൊളി, വെരി ഗുഡ്.
ഞാൻ നോക്കിയിട്ട് വരാം. ഹലോ ഹലോ, ആരാണ്? എന്താണ് എന്താണ് പ്രശ്നം? എന്റെ പേര് എബ്രഹാം മാത്യു. ഹെഡ് മാസ്റ്റർ ഇല്ലേ? ഞാൻ സുരേന്ദ്രൻ. ഹെഡ് മാസ്റ്റർ ഇല്ലാത്തപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ. ഹെഡ് മാസ്റ്റർ എപ്പോ വരും? നിങ്ങൾ കാര്യം എന്താണെന്ന് വെച്ചാ പറയുന്നേ. ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ആവശ്യത്തിനായിരുന്നു. ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളറാ. സിനിമ? എന്ത് സിനിമ? ഏത് സിനിമ? ആരുടെ സിനിമ? ശ്രീകുമാർ സാറിന്റെ പുതിയ പടത്തിന് വേണ്ടിട്ടാ. നമ്മുടെ സംവിധാനം ശ്രീകുമാർ സാറിന്റെ? അതെ. ഹാഫ് ഡേ സ്കൂളിന്റെ എക്സ്റ്റീരിയർ ഷൂട്ടിങ്ങിന് ഇട്ടേ കൊള്ളായിരുന്നു. സ്കൂളിന്റെ എന്തോന്ന് എക്സ്റ്റീരിയർ? അതൊക്കെ ഭയങ്കര വിഷയാവുന്നേ. ചേട്ടാ, നമ്മുടെ ഷൂട്ടിംഗ് നടക്കുന്നത് വെള്ളൂരാ. പറ്റിയൊരു സ്കൂളിന്റെ ലൊക്കേഷൻ തപ്പി നമ്മൾ കുറെ ആയി നടക്കുന്നു. അപ്പൊ അതാണ് വിഷയമല്ലേ? കറക്റ്റ് ലൊക്കേഷൻ ആട്ടോ. നമുക്കേ ആ മരത്തിന്റെ ചോട്ടിൽ നിന്ന് ഷോട്ട് തുടങ്ങാം. മരത്തിലൊന്നും ഒരു പരിപാടി നടക്കൂലട്ടാ. ചേട്ടാ, നമുക്ക് ഇതിന്റെ പുറത്ത് മാത്രം ഷൂട്ട് ചെയ്താൽ മതി. ഷൂട്ട് കഴിയുമ്പോ ഒരു ചെറിയ തുക സ്കൂളിന് സംഭാവനയും തരും. സംഭാവന എന്ന് കേട്ട ഹെഡ് മാസ്റ്റർ 2 പ്രാവശ്യം പെർമിഷൻ തരും. എന്താ അങ്ങനെ ഹെഡ് മാസ്റ്റർ മാത്രം തീരുമാനിച്ചിട്ട് കാര്യമില്ല. ഞങ്ങളോട് ഓടും. ഞങ്ങളോ? ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങളുടെ യൂണിയൻ. വിദ്യാർത്ഥികളെ തൊട്ട് കളിച്ചാലേ അക്കളി ഇക്കളി സൂക്ഷിച്ചോ. ഈങ്കിലാവും സിന്ദാബാദൂടെ ഒരുമിച്ച് നടക്കൂടാ. ശ്രീകുമാർ സാറിനെ പോലെ ഒരാളുടെ സിനിമയുടെ ഷൂട്ടിംഗ് ഇവിടെ നടന്നാൽ അതിന്റെ ഗുണം ആർക്കാ? ഈ സ്കൂളിന് തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഒരു പയ്യന് ഈ സിനിമ ചാൻസ് കൊടുക്കണം. പയ്യനോ? പയ്യൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു മാഷ. നല്ല ഉഗ്ര അഭിനയ, ബെസ്റ്റ് ആക്ടർ. അതൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാവുന്നല്ലേ ഉള്ളൂ. എന്നാ ഓക്കേക്കാ. വൈകണ്ട, ഹെഡ് മാസ്റ്റർ കാണാം. വാ വാ വാ. കിടന്നോ. ഈ ആഴ്ച തന്നെയാണ്. ഇനിയിപ്പോ മാഷിന്റെ പടമൊക്കെ ഇതിൽ വരില്ലേ? ഞങ്ങളൊക്കെ മറക്കരട്ടോ. ഓ, ഇനി സിനിമാ നടനൊക്കെ ആകുമ്പോ എല്ലാവർക്കും വലിയ ജാടയായിരിക്കും അല്ലയോ മാഷേ? അത് സിനിമ നടൻ ആകുമ്പോഴല്ലേ? ആവൂലോ, ഞങ്ങൾ അറിഞ്ഞു വിവരമൊക്കെ. എന്ത് വിവരം? മാഷ് നാളെ സിനിമയിൽ അഭിനയിക്കാൻ പോവാണ്. ആര് പറഞ്ഞു? നമ്മുടെ സുരു. അവനല്ലേ മാഷിന് ചാൻസ് ഒപ്പിച്ചു തന്നത്. മാഷിപ്പോ ഒന്നും അറിഞ്ഞില്ലേ? ഞാനൊരു നമ്പറും കിട്ടു, അതങ്ങ് ഏറ്റു. പിന്നെ നമ്മുടെ ഒരു സ്റ്റൈലും ജാടയൊക്കെ കണ്ടപ്പോ അവരൊക്കെ സമ്മതിച്ചു. ശ്രീകുമാർ സാറിന്റെ സിനിമയിലാ ചാൻസ് കിട്ടിയിരിക്കണേ. പുള്ളി എടുത്ത പടങ്ങളെല്ലാം സൂപ്പർ ഹിറ്റ് അല്ലേ? അങ്ങേരുടെ പടത്തിലൊന്ന് തല കാണിച്ചാ മതി, ഇപ്പോഴത്തെ തലവര തന്നെ മാറിപ്പോവും. ആരോടും പറയാതെ നീ സ്കൂളിൽ നിന്ന് അങ്ങോട്ടാ പോയത്? ഒരു സന്തോഷ വാർത്ത ഉണ്ടാവുമ്പോ നാട്ടുകാരെ അറിയിക്കണ്ടേ? എന്നാ പിന്നെ ഒരു ഓട്ടോറിക്ഷ വാടകയ്ക്ക് എടുത്ത് മൈക്കും കെട്ടി വെച്ചൊരു അനൗൺസ്മെന്റ് കൂടെ നടത്താൻ മേലായിരുന്നു. നാട്ടുകാർ മൊത്തം പറഞ്ഞു, ഞാൻ മാത്രം ഇതുവരെ ഒന്നും പറഞ്ഞു. ഒരു സസ്പെൻസ് ആയിക്കോട്ടെ നേരിട്ടാ. മാഷിന്റെ ചിരകാല ജീവിതദോഷം പൂവണിയാൻ പോവല്ലേ? എന്റെ അഭിലാഷത്തിന് ഞാൻ തന്നെ പൂവും കായോ കാണിച്ചോളാം. നീ ആരാടാ എനിക്ക് ചാൻസ് വാങ്ങിച്ചേരാ? മോഹനേട്ടൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കാര്യമല്ലേ ഇപ്പൊ ശരിയായിരിക്കുന്നത്? അതും നല്ലൊരു സംവിധായകന്റെ സിനിമയില്. എടി, ഇവനൊക്കെ ചെന്ന് ചോദിച്ചാൽ കിട്ടുന്നത് എന്തെങ്കിലും ഇമ്പ്രിക്ക റോളായിരിക്കും. ലോട്ടിലോട്ട് റോൾ ചെയ്യാനായിരുന്നു എനിക്കത് എന്നേ ആകായിരുന്നു. ചെറിയ വേഷമാണെങ്കിൽ സിനിമയിലല്ലയോ മോഹനൻ കുഞ്ഞെ? എന്റെ ലളിത ചേച്ചി ചെറുത് ചെയ്തോണ്ടിരുന്ന എന്നും ചെറുതേ കിട്ടത്തുള്ളൂ. റോൾ എന്താ ഏതാന്നൊന്നും പോലും തിരക്കാതെ ഓരോന്ന് കയറി ഏറ്റിട്ട് കാള പറ്റുമെന്ന് കേൾക്കുന്നതിന് മുമ്പേ കയറെടുക്കാൻ വരുത്തേ. ഇനി എങ്ങനെയും കാളെ പറ്റാല കയറെടുക്കണേ പ്രത്യേകിച്ച് ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ. വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തവനാണെങ്കിലും ഇവൻ പറയുന്നതിൽ കാര്യമുണ്ടോ കുഞ്ഞെ? വേഷം എന്തായാലും നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ ഒരാളുടെ സിനിമ വരിക, അതിൽ തന്നെ മോഹനൻ കുഞ്ഞ് അഭിനയിക്കുക, അതൊക്കെ വലിയൊരു ഭാഗ്യമല്ലയോ? സിനിമയിൽ അഭിനയിക്കാൻ പോവാ. ഉണ്ണിക്കുട്ടൻ ഇഷ്ടമാണോ അച്ഛൻ സിനിമയിൽ വരുന്നത്? പക്ഷെ അച്ഛൻ സിനിമയിൽ പറക്കണം. പറക്കാൻ അച്ഛന് ചിറകില്ലല്ലോ. അയ്യേ, ഈ അച്ഛൻ ഒന്നും അറിയില്ല. ചിറകുണ്ടായിട്ടാണോ സൂപ്പർമാൻ പറക്കുന്നേ? മോഹനേട്ടാ, എന്തോ ആലോചിക്കുന്നേ? അല്ല, റോൾ എന്താണെന്നെങ്കിലും ആ പൊട്ടൻ സുരുവിന് ചോദിക്കാൻ വരുന്നു. അതറിഞ്ഞിരുന്ന എനിക്കൊന്ന് പ്ലാൻ ചെയ്യാമായിരുന്നു. നല്ല റോൾ ആയിരിക്കും. എന്റെ മോഹനേട്ടാ, എന്തിനാവശ്യമില്ലാതെ ആദ്യം പിടിക്കുന്നേ? അല്ല, പെട്ടെന്ന് ഈ ക്യാമറയുടെ മുമ്പിൽ നിൽക്കാന്ന് പറയുമ്പോ അതാ എനിക്കൊരു. ആഹാ, നല്ല ആളാ. ഈ ധൈര്യമൊക്കെ എവിടെ പോയി? ആൾക്കാരുടെ പരിപാടിക്കുന്നേ 10-15 ദിവസമായിട്ട് നേരം വിളിക്കുന്നവരെയാ ഷൂട്ടിങ്. ഡയറക്ടറെ ആൾക്കാർ വിളിക്കുന്നതേ ഡ്രാക്കുളേന്നാ. പിന്നല്ലാതെ മനസമാധാനത്തോടെ മനുഷ്യൻ കണ്ട് പെഗടിക്കാൻ പറ്റില്ലെന്നേ. ഇന്ന് ഞാൻ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി രാത്രിത്തെ ഷൂട്ടിങ് അങ്ങ് പൊളിക്കും. അപ്പൊ കാണാം. ഓക്കെ, കൂടാന്ന്. സാറേ, മാഷ് പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പിങ്ങെത്തും. മാഷ? നമ്മുടെ മാഷില്ലേ, ഇന്നലെ പറഞ്ഞില്ലേ നടൻ. റോൾ എന്താണെന്ന് അറിയാത്തോണ്ട് മാഷിന് ചെറിയൊരു പരിഭ്രമം.
അഭിനയിക്കേണ്ട ഭാഗം നേരത്തെ കൊടുത്താൽ മതി. മാഷ് നേരത്തെ പഠിച്ചോളൂ. സ്ക്രിപ്റ്റ് ഡയറക്ടർ ആയില്ല. അതെ, സ്വദേശി വായനശാല വാർഷികത്തിനെ മാഷ് കണ്ണുപൊട്ടനായിരുന്നു. 24 മണിക്കൂർ കൂടെ നടക്കണം ഞാൻ പോലും വിചാരിച്ചു. യഥാർത്ഥത്തിൽ മാഷിനെ കണ്ണു പീസായിരുന്നു. ഭയങ്കര അഭിനയം. മാഷെത്തില്ല. മാഷേ ഡയറക്ടറൊന്നും എത്തിയില്ല. പറഞ്ഞോ? ശ്രീകുമാർ സാർ ഇപ്പൊ വരും. സ്ക്രിപ്റ്റ് അങ്ങേരയിലിരിക്കണേ. ആ വന്നുന്നാ തോന്നണേ. ഈ സീൻ മൊത്തത്തിൽ ഞാനൊന്ന് കട്ട് ഷോട്ട് ചെയ്തു. അതുകൊണ്ട് നമുക്ക് 4 മണിക്ക് മുമ്പ് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് കോൺഫറൻസ് ഹോളിലേക്ക് പോകാൻ പറ്റും. സാർ ഇന്ന് നൈറ്റ് ഷൂട്ട് കണക്കെന്ന് തോന്നുന്നില്ല. നമ്മുടെ 3 HMI ലൈറ്റുകൾ ഒരുമിച്ച് കേടായിരിക്കുക. കേടായതോ കേടാക്കിയതോ? അയ്യോ സാർ എന്താ ഈ പറയുന്നത്? സാരമില്ല മാത്യു, ഇന്ന് എനിക്ക് 1-2 ബേബി ലൈറ്റ്സും ജൂനിയറും ഒക്കെ മതി. ക്ലോസ് റേഞ്ച് ഷോട്ടുകൾ മാത്രം എടുക്കാം. സാർ അത് പിന്നെ എന്താ അതും കേടാണോ? അതല്ല സാർ, യൂണിറ്റിലുള്ളവരൊക്കെ കുറെ ദിവസമായിട്ട് ഹോൾ നൈറ്റ് ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് അവരാകെ തളർന്നിരിക്കുക. ഓ, അതുകൊണ്ടാണോ ലൈറ്റ് കേടായത്? തളർച്ചയുള്ളവർ എന്നോടൊന്ന് പറയട്ടെ. മാത്യുവിന് തളർച്ചയുണ്ടോ? അയ്യോ ഇല്ല സാർ. ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ മാത്യു. നിങ്ങളൊക്കെ ചേർന്ന് എനിക്ക് പുതിയൊരു പേരിട്ടിട്ടുണ്ടെന്ന് കേട്ടു, ഡ്രാക്കുള. അയ്യോ സാർ, സത്യമായിട്ടും നല്ല പേര്. ഈ പേര് ശരിക്കും എന്നെ ആവേശഭരിതനാക്കിയിരിക്കുകയാണ് മാത്യു. ലൈറ്റ് കേടായാലും ഇല്ലെങ്കിലും നൈറ്റ് ഷൂട്ടിംഗ് ഗംഭീരമായി തുടരുന്നതായിരിക്കും. മോഹൻ, ശ്രീകുമാർ സാർ വിളിക്കണത് എന്നെയാണോ? പിന്നെ എന്റെ പേരാണ് മോഹൻ. മാഷി ചെന്ന് ചെല്ലി 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 ധൈര്യം. എന്താ സർ? ഞാൻ മോഹൻ വിളിച്ചു. നിങ്ങളാണോ ഫോട്ടോഗ്രാഫർ മോഹൻ? എന്താ സാർ? ആ മോഹൻ, ആ മരത്തിന്റെ അടുത്തുനിന്ന് 2-3 വൈഡ് ആംഗിൾ ഷോട്ട്സ് എടുക്കണം. പോസ്റ്ററിൽ ഉപയോഗിക്കാം. ഓക്കെ സാർ. ആ മോഹൻ, ക്യാമറാമാനോടൊന്ന് വരാൻ പറയും. ശരി സാർ. എന്താ? അല്ല സാർ, എന്റെ വേഷം. വേഷോ? സാർ ഫസ്റ്റ് ഷോട്ട് എങ്ങനെ ഇരിക്കും? ആ, ട്രെയിൻ സെറ്റ് ചെയ്തോളൂ. ആ ക്ലാസ് മുറിയിൽ നിന്ന് അധ്യാപികയും വിദ്യാർത്ഥികളും ഇറങ്ങി വരും. ട്രാക്ക് ചെയ്യണം ആ മരച്ചുവട് വരെ. ഓക്കെ സാർ. ചെടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ? ഒക്കെ റെഡിയാണ് സാർ. സാർ, ഞാൻ ഈ സ്കൂളിലെ മാഷാണ് സാർ. അതുകൊണ്ട് ലൊക്കേഷൻ നോക്കാൻ വന്നപ്പോൾ എനിക്കൊരു വേഷം തരാമെന്ന് പറഞ്ഞിരുന്നു. ആര്? ഞാനോ? ഞാൻ നിങ്ങളെ ഇതുവരെ കണ്ടിട്ട് പോലുമില്ലല്ലോ. താൻ പറഞ്ഞോ? ഏയ്, ഞാൻ പറഞ്ഞിട്ടില്ല സാർ. ഇയാള് പറഞ്ഞോ? അയ്യോ ഇല്ല സാർ. സീനൊക്കെ ബ്രീഫ് ചെയ്തിട്ടുണ്ടല്ലോ. ആർട്ടിസ്റ്റ് ഒക്കെ റെഡിയല്ലേ? സാർ, എന്തെങ്കിലും ഒരു വേഷം തല കാണിക്കാനെങ്കിലും മതി സാർ. താങ്കളൊരു മാഷാണെന്നല്ലേ പറഞ്ഞത്? കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഒരു അധ്യാപികയും അവരുടെ ക്ലാസ്സിലെ കുട്ടികളും മാത്രമുള്ള ഒരു സീനാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇതിലേത് റോള് ഞാൻ നിങ്ങൾക്ക് തരും? അധ്യാപികയുടേതോ അതോ കുട്ടികളുടെയോ? സാർ, എന്റെ ഭാര്യയും മോനും ഞാൻ അഭിനയിക്കുന്നത് കാണാൻ വന്നിട്ടുണ്ട്. റോള് കിട്ടില്ല മാനം പോകും സാർ. താങ്കളുടെ മാനം കാക്കാൻ വേണ്ടി ഞാൻ ഇല്ലാത്ത കഥാപാത്രത്തെ ഉണ്ടാക്കണോ? സാർ, ഞാൻ ആ ബ്രാഹ്മാത്തി ഒന്നും പറഞ്ഞിരുന്നില്ല സാർ. എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം സാർ. നിങ്ങൾ എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കൂ പ്ലീസ്. പ്ലീസ്.
നമ്മൾ എന്തിനാ തിരിച്ചു പോന്നേ?